വീഡിയോ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിടും. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ ഈ ഒരു ക്ലിപ്പ് വലിയ നിലക്ക് പ്രചാരം നേടിയിട്ടുണ്ട്. ഇത് കാണുന്ന മനസ്സാക്ഷിയുള്ളവരുടെ ഒക്കെ മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന കൂടിയാണിത്. ഇനി നമ്മുടെ നാട് നേരിടാൻ പോകുന്ന, നാം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതായിരിക്കും. എന്ത്? വിദ്യാർത്ഥികളിലെ ലഹരിയും അക്രമവും. ഒരു സംശയവും ആ വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭീകരാവസ്ഥ എത്രമാത്രം വലിയതാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്യാപകൻ്റെ മുഖത്ത് നോക്കി സ്വബോധമുള്ള ഒരാൾക്ക് ഇത് പറയാൻ കഴിയുമോ? ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ലഹരി, അതേപോലെ തന്നെ മയക്കുമരുന്ന് ഒക്കെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായ വില്ലൻ ലഹരി തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഒക്കെ ഈ നിലക്കുള്ള കൗമാരക്കാരിൽ വളർന്നു വരുന്ന കുറ്റകൃത്യങ്ങളുടെ, ദുസ്വഭാവങ്ങളുടെ കാരണങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ഞങ്ങളുടെ റോൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കേണ്ട നിലയമാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്നതിൽ സ്കൂളിലെ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട്, കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ് പറഞ്ഞത്. ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിലായിരിക്കും. കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സംസ്കാരങ്ങളും ഒരു കുട്ടിയിൽ ഏറെ സ്വാധീനിക്കും, യാതൊരു സംശയമില്ല. ഒരു മനുഷ്യനിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള അക്രമവാസനകളുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ ഈ നിലക്ക് അക്രമം ചെയ്യുന്ന കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരൊരു പ്രത്യേക ഗ്യാങ് ആയിരിക്കും, ഒരു പ്രത്യേക കൂട്ടുകെട്ടായിരിക്കും. അത് ഇതിന് വലിയ ഒരു സ്വാധീനമുണ്ടാക്കുന്നു എന്നതാണ്. പിന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് സിനിമകളാണ്. അതേപോലെ അക്രമവാസന വളർത്തുന്ന ഗെയിമുകൾ. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹം ഉൾക്കൊള്ളൂല. സിനിമകൾക്കെതിരിൽ, അതേപോലെ ഗെയിമിനെതിരെയൊക്കെ സംസാരിച്ചാൽ നീയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളാണോ എന്നാണ് ചോദിക്കുക. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ ഓരോരുത്തരും അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുക. സ്വന്തം മക്കൾ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കൊക്കെ എതിരെ കത്തി ഓങ്ങുമ്പോഴും കഴുത്തറുക്കുമ്പോഴാണ് ഓരോരുത്തർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇപ്പൊ സിനിമകൾ ഈ രൂപത്തിലുള്ള അക്രമവാസനകൾ വളർത്താൻ ഏറെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ പ്രേമരംഗങ്ങൾ, സാഹസികമായ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെയും അതേപോലെ തന്നെ അക്രമങ്ങളുടെയും ഒക്കെ പുതിയ ദൃശ്യങ്ങൾ, പുതിയ രൂപങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. കുട്ടികൾ അതിനങ്ങോട്ട് അതേപോലെ തന്നെ അനുകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൗമാരക്കാരിലൊക്കെ അനുകരണ സ്വഭാവം വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്.